ഇന്ന് ദൈവമേ കൈത്തൊഴാം സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആരാധനാലയത്തിന് പ്രത്യേകിച്ച് വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ മതാചാരമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പൊങ്കാല മഹോത്സവം മുഖമുദ്രയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കണ്ടുവരാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കരമനയാറും കിള്ളിയാറും സംഗമിക്കുന്ന പുണ്യഭൂമിയിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. കണ്ണകി, അന്നപൂർണേശ്വരി ഭാവങ്ങളിലും ഭഗവതിയെ ഇവിടെ സങ്കല്പിക്കുന്നു. തമിഴ്നാടൻ ശൈലിയും കേരള വാസ്തുശില്പശൈലിയും ആധുനിക സൗകര്യങ്ങളുമായി ലയിക്കുന്ന മനോഹരമായ ക്ഷേത്ര നിർമ്മിതിയാണ് ആറ്റുകാലിലെ പ്രത്യേകത. മുല്ലവീട്ടിൽ തറവാടിലെ കാരണവർക്ക് ബാലികാരൂപത്തിൽ ദർശനം നൽകിയ ആദിപരാശക്തിയുടെ അരുളപ്പാടിലൂടെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഉത്ഭവമെന്നാണ് വിശ്വാസം. ചെറുകര കുടുംബം എന്ന് പറയുന്ന ഒരു ആറ്റുകാലിലുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു ജ്യോത്സ്യൻ, ശങ്കരനാഥ് ജ്യോത്സ്യർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ജ്യോത്സ്യർ ഉണ്ടായിരുന്നു. പഴയ പൂർവികരിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ശങ്കരനാഥ് ജ്യോത്സ്യരാണ് 1835 കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ ഇവിടെ ആറ്റുകാൽ ചെറുകര വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ തെക്കതിൽ ദർശനം നടത്താൻ പതിവായിട്ട് വരികയും അങ്ങനെ ദേവിയുടെ ഒരു ദർശനം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അദ്ദേഹം വിവരം സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ അടുക്ക പറഞ്ഞ് സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ ഉത്തരവ് കൽപ്പന അനുസരിച്ച് പരിക്കൽപ്രാവിൽ തീർത്ത ഒരു ദാരു വിഗ്രഹം സ്ഥാപിക്കാനാണ് കൽപ്പന ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ശങ്കരനാഥ ജ്യോത്സ്യരുടെ മേൽനോട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ ജ്യോതിഷ വിധിപ്രകാരമാണ് ഇത് പ്രതിഷ്ഠിച്ചതെന്നുള്ളതാണ് നമ്മുടെ ഒരു 3-4 തലമുറയിലുള്ളവർ പറയുന്നത്. ദാരിക വധത്തിന് ശേഷം വേതാളത്തിന് മേലിരിക്കുന്ന ചതുർബാഹുവായ ഭദ്രകാളിയാണ് അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. ആറ്റുകാൽ പൊങ്കാല ഭദ്രകാളിയുടെ ശക്തി സ്വരൂപത്തോടുള്ള സ്ത്രീജനങ്ങളുടെ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. കുംഭമാസത്തിലെ പൂരം നാളിൽ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കും. അമ്പലത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും പൊങ്കാല അടുപ്പുകൾ നിറയും. ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങ് കുത്തിയോട്ടം എന്ന് പറയുന്ന ചടങ്ങ്, ബാലന്മാരുടെ ചടങ്ങ്, പിന്നെ താലപ്പൊലി. കണ്ണകി ദേവി മധുര ചുട്ടരിച്ചതിന് ശേഷം തിരികെ ദേഷ്യത്തിൽ വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ വന്നതിന് ശേഷം അവരുടെ ദേവിയുടെ ബാലന്മാരായിട്ടാണ് കുത്തിയോട്ട ബാലന്മാരെ, അവരുടെ കൂടെ അണികളായിട്ടാണ് ഈ ബാലന്മാരെ സങ്കല്പിക്കുന്നത്. പൊങ്കാല ദിനത്തിൽ നടക്കുന്ന കുത്തിയോട്ടവും താലപ്പൊലിയും ദാരികവധ യുദ്ധത്തിലെ ദേവീ ഭടന്മാരെ സ്മരിക്കുന്ന വഴിപാടുകളാണ്. 10 ദിവസം നീളുന്ന ഉത്സവകാലത്ത് പകൽ ഭഗവതി കീർത്തനങ്ങളും രാത്രിയിൽ നാടൻ കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ അരങ്ങേറും. തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റു വിശേഷ ദിവസങ്ങൾ. വിശ്വാസത്തിന്റെയും സ്ത്രീ ശക്തിയുടെയും അപൂർവ സംഗമമായ ആറ്റുകാൽ ക്ഷേത്രവും പൊങ്കാലയും ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.